Hello everyone, welcome to Aifer Education. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് എക്കോളജിസം, വാട്ട് ഈസ് എക്കോളജിസം എന്നായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ തീംസ് ഓഫ് എക്കോളജിസത്തെ കുറിച്ചാണ്. പാർട്ട് 1 ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് തീംസ് ഓഫ് എക്കോളജിസം എന്ന് നമുക്ക് നോക്കാം. Ecologists have criticized the most basic assumption upon which conventional political thought is based. Traditional doctrines and ideologies are anthropocentric or human-centric. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ എന്താണ് ട്രഡീഷണൽ അല്ലെങ്കിൽ കൺവെൻഷണൽ പൊളിറ്റിക്കൽ തോട്ട്സ്, അതായത് പിന്നെ ലിബറലിസം, സോഷ്യലിസം, മാർക്സ്, ഇതൊക്കെ എന്താണ് ഹ്യൂമൻ സെൻട്രിക് ആണ്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ പ്രശ്നങ്ങളാണെന്ത് അവർ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം they are anthropocentric അല്ലെങ്കിൽ human centric. They commit, ecologists believe, the sad, even comic mistake of believing that human beings are the centerpiece of existence. അപ്പം ഈ ഒരു ലോകത്ത് അക്കോർഡിംഗ് ടു കൺവെൻഷണൽ പൊളിറ്റിക്കൽ തോട്ട് ഈ ഒരു ലോകത്ത് ഹ്യൂമൻ ബീങ്സിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് ആർ ദ സെൻട്രൽ പോയിന്റ് ഓഫ് എക്സിസ്റ്റൻസ്. അപ്പം ഹ്യൂമൻ ബീങ്സിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കിട്ടേണ്ടത്, ഹ്യൂമൻ ബീങ്സിൻ്റെ പ്രശ്നങ്ങളാണ്, അതിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കിട്ടുന്നത്, അതാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നാണ് എന്ത് കൺവെൻഷണൽ പൊളിറ്റിക്കൽ തോട്ട് അല്ലെങ്കിൽ കൺവെൻഷണൽ പൊളിറ്റിക്കൽ ട്രഡീഷൻസ് പറയുന്നത്. ഡേവിഡ് ഹെർൺഫീൽഡ് കോൾ ദീസ് ദ അറഗൻസ് ഓഫ് ഹ്യൂമനിസം. ആരാണ് ഇങ്ങനെ ഈ ഒരു സംഭവത്തെ, ഈ ഒരു പ്രിമൈസിനെ അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാടിനെ അറഗൻസ് ഓഫ് ഹ്യൂമനിസം എന്ന് പറഞ്ഞത് ഡേവിഡ് ഹെർൺഫീൽഡ് ആണെന്ത് ഇതിനെ അറഗൻസ് ഓഫ് ഹ്യൂമനിസം എന്ന് പറഞ്ഞത്. ഈ ഒരു കാഴ്ചപ്പാടിനെ, ഈ ഒരു വ്യൂ പോയിന്റിനെ അറഗൻസ് ഓഫ് ഹ്യൂമനിസം എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ PYQs ചോദിച്ചിട്ടുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് പ്രിസർവിംഗ് ആൻഡ് റെസ്പെക്ടിംഗ് ദ എർത്ത് ആൻഡ് ഡൈവേഴ്സ് സ്പീഷീസ് ദാറ്റ് ലിവ് അപ്പോൺ ഇറ്റ്, human beings have sought to become, in the words of John Locke, the masters and possessors of nature. അപ്പം നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും ക്കുന്നതിനും കെയർ ചെയ്യുന്നതിനും അതിനെ മര്യാദക്ക് നോക്കുന്നതിനും പകരം എന്താണ് ഹ്യൂമൻ ബീങ്സ് എന്താണ് ചെയ്യുന്നത്? ഹ്യൂമൻ ബീങ്സ് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ദേ ആർ ദ മാസ്റ്റേഴ്സ് ആൻഡ് പൊസസേഴ്സ് ഓഫ് നേച്ചർ. അപ്പം നമ്മളാണ് ഇതിൻ്റെ ഓണേഴ്സ്, നമ്മളാണ് ഇതിൻ്റെ മാസ്റ്റേഴ്സ്, നമ്മളാണ് ഇതിൻ്റെ ഓണേഴ്സ്, നമ്മളാണ് ഇതിൻ്റെ മാസ്റ്റേഴ്സ്. അപ്പം നമുക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. അതായത് നമ്മളാണ് ഈ പ്രകൃതിയുടെ, ഈ ഒരു ലോകത്ത് അല്ലെങ്കിൽ ഈ എർത്തിൻ്റെ അല്ല പ്രകൃതിയുടെ എൻവിറോൺമെൻറ്റിൻ്റെ മാസ്റ്റേഴ്സ്, ഓണേഴ്സ്. അപ്പം നമുക്കത് എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുള്ളൊരു സംഭവം. അതാണെന്ത് ജോൺ ലോക്ക് പറഞ്ഞത്, ദ മാസ്റ്റേഴ്സ് ആൻഡ് പോസ് ഓഫ് നേച്ചർ. നേച്ചർ ഇൻ ദിസ് വ്യൂ ഹാസ് ടു ബി കോൺക്വേർഡ്, ബാറ്റിൽഡ് അഗെയിൻസ്റ്റ് റൈസ് ആൻഡ് എബ് ഓർ റൈസ് ആൻഡ് എബ്. അപ്പം നേച്ചർ എന്താണ്? നേച്ചർ ഓരോ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അത് പിന്നെ കോൺക്വർ ചെയ്യേണ്ടതാണ്. കോൺക്വർ ചെയ്ത് നമ്മളത് പിടിച്ചെടുക്കേണ്ട ഒരു സാധനമാണ് എന്ത് നേച്ചർ എന്ന് പറയുന്നത്. ഓരോ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പിടിച്ചെടുക്കേണ്ട ഒരു സംഭവമാണ് പ്രകൃതി, നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് എന്ത് അറഗൻസ് ഓഫ് ഹ്യൂമനിസം എന്ന് ഡേവിഡ് ഹെർൺഫീൽഡ് വിളിച്ചത്. അത് മെയിൻലി കൺവെൻഷണൽ പൊളിറ്റിക്കൽ തോട്ടാണെന്ത് ഇങ്ങനെ ഒരു അക്കോർഡിംഗ് ടു എക്കോളജിസ്റ്റ് ആണ് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. കൺവെൻഷണൽ പൊളിറ്റിക്കൽ ട്രഡീഷൻസിലെ കൺവെൻഷണൽ പൊളിറ്റിക്കൽ തോട്ടിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഹ്യൂമൻ ബീങ്സിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പ്രകൃതിക്കോ അല്ലെങ്കിൽ നേച്ചറിനോ എന്താണ് അതിൻ്റെ നേച്ചറിൻ്റെ പ്രശ്നങ്ങൾക്കോ നേച്ചറിൻ്റെ പിന്നെ പ്രോബ്ലംസിനോ അല്ലെങ്കിൽ നേച്ചറിൻ്റെ ഇൻട്രസ്റ്റിനോ എന്താണ് അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ഹ്യൂമൻ ബീങ്സിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് അറഗൻസ് ഓഫ് ഹ്യൂമനിസം. ആ ഒരു കാഴ്ചപ്പാടിനെയാണ് ഡേവിഡ് ഹെർൺഫീൽഡ് അറഗൻസ് ഓഫ് ഹ്യൂമനിസം എന്ന് വിളിച്ചത്. Ecologists represent a new style of politics. അപ്പം കൺവെൻഷണൽ പൊളിറ്റിക്കൽ ട്രഡീഷൻസിന് കുറച്ചുകൂടെ മാറി അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഐഡിയോളജി അല്ലെങ്കിൽ ട്രഡീഷനാണെന്ത് എക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. റെപ്രസെൻറ്റ്സ് എ ന്യൂ സ്റ്റൈൽ ഓഫ് പൊളിറ്റിക്സ്. ഇറ്റ് സ്റ്റാർട്ട്സ് നോട്ട് ഫ്രം എ കൺസെപ്ഷൻ ഹ്യൂമാനിറ്റി ഓഫ് ഹ്യൂമൻ നീഡ്സ് ബട്ട് ഫ്രം വിഷൻ ഓഫ് നേച്ചർ ആസ് എ നെറ്റ്വർക്ക് ഓഫ് പ്രഷ്യസ് ബട്ട് ഫ്രജൈൽ റിലേഷൻ ബിറ്റ്വീൻ ലിവിങ് സ്പീഷീസ് ഇൻക്ലൂഡിങ് ദ ഹ്യൂമൻ സ്പീഷീസ്. അപ്പോൾ എക്കോളജിസം മെയിനായിട്ട് പറയുന്നത് ഇറ്റ് ടോക്സ് അബൌട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് അല്ലെങ്കിൽ ലിവിങ് സ്പീഷീസ്, ഓൾ ലിവിങ് സ്പീഷീസ് ആൻഡ് നേച്ചർ എന്നുള്ളതാണ്, അല്ലെ എർത്ത് എന്നുള്ളതാണ്. അതിൽ ഹ്യൂമൻ ബീങ്സും വരും എന്നുള്ളതാണ്. ആൻഡ് ദ നാച്ചുറൽ എൻവറോൺമെന്റ്. ഇൻ ഓർഡർ ടു ഗിവ് എക്സ്പ്രഷൻ ടു ദിസ് വിഷൻ, എക്കോളജിസ്റ്റ് ഹാവ് ബീൻ ഫോഴ്സ്ഡ് ടു സെർച്ച് ഫോർ ന്യൂ കോൺസെപ്റ്റ്സ് ഇൻ ദ റിലം ഓഫ് സയൻസ് ഓർ റീഡിസ്കവർ ആൻഷ്യന്റ് വൺസ് ഫ്രം ദി റിലം ഓഫ് റിലീജിയൻ ആൻഡ് മിത്തോളജി. അപ്പോൾ ഇതൊരു ന്യൂ കോൺസെപ്റ്റ് ആണ്, ഇതൊരു ന്യൂ സ്റ്റൈലാണ്, ന്യൂ സ്റ്റൈൽ അല്ലെങ്കിൽ ന്യൂ ട്രഡീഷൻ ഓഫ് പൊളിറ്റിക്സ് ആണ്, അല്ലെങ്കിൽ ന്യൂ പൊളിറ്റിക്കൽ ട്രഡീഷൻ ആണ്. അപ്പോൾ എന്താണ് സ്വാഭാവികമായിട്ട് they were in search of new concepts, new themes എന്നുള്ളതാണ്. to express അല്ലെ to expand this political tradition, അല്ലെ to expand or to express ecologism, to talk about this
to talk about this political tradition in more detail. They were in search of new concepts, new themes. Themes are first one is ecology. Ecology is ecology. Ecology is the term ആരാണ് കോയിൻ ചെയ്തത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ചെറുതായിട്ട് പറഞ്ഞിരുന്നു. ഏണസ്റ്റ് ഹെക്കൽ എന്ന് പറയുന്ന സുവോളജിസ്റ്റ് ആണ് എന്ത് എക്കോളജി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദ സെൻട്രൽ പ്രിൻസിപ്പിൾ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഗ്രീൻ തോട്ട് ഈസ് എക്കോളജി. എക്കോളജി ആണെന്ത് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഏതൊരു പിന്നെ എക്കോളജിസത്തിൻ്റെ ബേസ് എന്ന് പറയുന്ന എക്കോളജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. എക്കോളജി മീൻസ് സ്റ്റഡി ഓഫ് ഓർഗാനിസംസ് അറ്റ് ഹോം ഓർ ദ ഹാബിറ്ററ്റ്സ്. ബേസിക്കലി പിന്നെ ലിവിങ് ബീയിങ്സും അവരുടെ ഹാബിറ്റാറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സംഭവമാണിത് ecology എന്ന് പറയുന്നത്. Ecologism provides a radically different vision of nature and the place of human beings within it. One that is ecocentric or nature centric rather than anthropocentric. So ecologism എന്താണ് പറയുന്നത്? Different vision of nature. It talks about a different vision of nature that is ecocentric. Already പറഞ്ഞ പോലെ അത് human centric അല്ല anthropocentric അല്ല, അത് ecocentric ആണ് എന്നുള്ളതാണ്. അതായത് പിന്നെ എക്കോളജിക്കും അല്ലെങ്കിൽ നമ്മുടെ എൻവിറോൺമെൻറ്റിനും ഇമ്പോർട്ടൻസ് കിട്ടണം, അതിനെ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നൊരു കോൺസെപ്റ്റ് അല്ലെ വിഷൻ, അതാണെന്ത് എക്കോസെൻട്രിക് എന്ന് പറയുന്നത്. ഹൗ ഗ്രീൻ ഓർ എൻവിറോൺ തിങ്കേഴ്സ് ഹാവ് അപ്ലൈഡ് എക്കോളജിക്കൽ ഐഡിയാസ് ഇൻ ഡിഫറെൻറ്റ് വേസ് ആൻഡ് സംടൈംസ് ഡോണ്ട് ക്വൈറ്റ് ഡിഫറെൻറ്റ് കൺക്ലൂഷൻസ്. അപ്പോൾ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് കൺക്ലൂഷൻസ് ഉണ്ട്, ഡിഫറെൻറ്റ് വേസ് ഉണ്ട് എന്നുള്ളത്. ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്സ് ഉണ്ട് വിത്തിൻ ecologists and all within environment thinkers alle within ecological thinkers alle ecologists different viewpoints undu, different perspectives undu. The most important distinction in the environmental movement is between what the Norwegian philosopher Arne Næss termed shallow ecology and ഡീപ്പ് എക്കോളജി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷാളോ എക്കോളജിയും ഡീപ്പ് എക്കോളജിയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്സ് ആണെന്ത് ഷാളോ എക്കോളജിയും ഡീപ്പ് എക്കോളജിയും. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ലെ അങ്ങനെ കോയിൻ ചെയ്തിട്ടുള്ള ഈ രണ്ട് കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ കോയിൻ ചെയ്തിട്ടുള്ളത് ആർനെസ്റ്റ് നെയ്സ് എന്ന് പറയുന്ന നോർവീജിയൻ ഫിലോസഫർ ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കോളജിസം പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്സ്, രണ്ട് കോൺസെപ്റ്റ്സ് ആണ് എന്ത് ഷാളോ എക്കോളജിയും ഡീപ്പ് എക്കോളജിയും. അതോടൊപ്പം തന്നെ ഇവ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. What Næss called ecosophy thus represents a fundamentally new worldview based upon philosophical ecology as well as entirely novel moral vision. Ecosophy എന്ന് പറഞ്ഞാൽ എന്താണ്? He also talks about ecosophy. എന്താണ് ecosophy? It is a philosophy of ecological harmony or equilibrium. അതായത് പിന്നെ നമ്മുടെ പ്രകൃതിയുടെ പാർട്ടായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും, അത് പിന്നെ മരമായിക്കോട്ടെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ ഉണ്ട്, അതോടൊപ്പം തന്നെ ഹ്യൂമൻ സ്പീഷീസ് ഉണ്ട്. എല്ലാ ടൈപ്സ് ഓഫ് ആൾക്കാരും അല്ലെങ്കിൽ എല്ലാ ടൈപ്സ് ഓഫ് സ്പീഷീസും എന്താണ് വലിയ പ്രശ്നമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിയ പ്രശ്നമില്ലാതെ പീസ്ഫുള്ളി കോഎക്സിസ്റ്റ് ചെയ്യുന്നു. അതാണെന്ത് എക്കോസഫി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫിലോസഫി ഓഫ് എക്കോളജിക്കൽ ഹാർമണി. അപ്പം നമുക്ക് റീസെൻ്റ് ആയിട്ട് നമുക്കറിയാം നമ്മുടെ പിന്നെ സംസ്ഥാനത്ത് കേരളത്തിൽ ഒരുപാട് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട്സിൻ്റെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. അപ്പോൾ എക്കോസഫി എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഇറ്റ് ഈസ് എ ഫിലോസഫി ഓഫ് എക്കോളജിക്കൽ ഹാർമണി. ഒരു തരത്തിലുള്ള കോൺഫ്ലിക്റ്റും ഉണ്ടാവില്ല. അത് ആനിമലും ഹ്യൂമനും ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പിന്നെ സ്പീഷീസും ഹ്യൂമൻ ബീങ്സും ആയിക്കോട്ടെ അല്ലെങ്കിൽ വിത്തിൻ അങ്ങനെ ഒരു തരത്തിലുള്ള കോൺഫ്ലിക്ട്സും പിന്നെ എക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ എൻവിറോൺമെൻറ്റിൽ ഉണ്ടാവില്ല, പ്രകൃതിയിൽ ഉണ്ടാവില്ല. അതാണെന്ത് എക്കോസഫി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഫിലോസഫി ഓഫ് എക്കോളജിക്കൽ ഹാർമണി ഇക്വിലിബ്രിയം. അതാണ് എക്കോസഫി. ഓൾസോ ടോക്സ് അബൌട്ട് എക്കോസഫി. അപ്പം എന്താണ് ഷാളോ എക്കോളജിയും ഡീപ്പ് എക്കോളജിയും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. അപ്പം ഡീപ്പ് എക്കോളജി എന്താണ് പറയുന്നത്? ഡീപ്പ് എക്കോളജിസ്റ്റ് ഡിസ്മിസ്. നമുക്ക് ആദ്യം ഷാളോ എക്കോളജി നോക്കാം. എന്താണ് ഷാളോ എക്കോളജിസ്റ്റ് പറയുന്നത്? ഷാളോ പെർസ്പെക്റ്റീവ് ആക്സെപ്റ്റ്സ് ദി ലെസൺസ് ഓഫ് എക്കോളജി ബട്ട് ഹാർനസ് ദം ടു ഹ്യൂമൻ നീഡ്സ് ആൻഡ് എൻഡ്സ്. അപ്പോൾ ഷാളോ എക്കോളജി പറയുന്നു പിന്നെ എക്കോളജിയുടെ നീഡ്സ് അല്ലെങ്കിൽ എക്കോളജിയുടെ ഇമ്പോർട്ടൻസ് അവർ മനസ്സിലാക്കുന്നുണ്ട്. എക്കോളജിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ബട്ട് ഓൾസോ ദേ ഓൾസോ ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ നീഡ്സ്. ഹ്യൂമൻ നീഡ്സും ഹ്യൂമൻ വെൽഫെയറും എന്താണ്?
അതിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇത് തമ്മിലൊരു ബാലൻസ് ആണ് വേണ്ടത്. നമുക്ക് ഹ്യൂമൻ നീഡ്സിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, അതോടൊപ്പം തന്നെ എക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ എന്താണ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. രണ്ടിനെ എന്താണ് ഒരുമിച്ച് കൊണ്ടുപോകാനാണ് എന്ത് ഷാളോ എക്കോളജി ശ്രമിക്കുക എന്നുള്ളത്. ഷാളോ എക്കോളജി പറയുന്നത് രണ്ടിനെ ഒരുമിച്ച് കൊണ്ടുപോകണം, രണ്ടിൻ്റെതായ അതിന് ഓരോന്നിനെ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലാതെ ഒന്നിന് ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് മറ്റൊന്നിന് കുറവ് ഇമ്പോർട്ടൻസ് അങ്ങനെയല്ല. രണ്ടിനെ എന്താണ് ആ ഒരു അവരുടെ ഇമ്പോർട്ടൻസ് എല്ലാത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിനനുസരിച്ച് എന്താണ് അതിന് പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇറ്റ് പ്രീച്ചസ് ദാറ്റ് ഇഫ് യു കൺസർവ് ആൻഡ് ചെറിഷ് ദ നാച്ചുറൽ വേൾഡ് ഇറ്റ് വിൽ കണ്ടിന്യൂ സസ്റ്റെയിൻ ഹ്യൂമൻ ലൈഫ്. അപ്പം ഹ്യൂമൻ ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യാനുള്ള തരത്തിൽ എന്താണ് ഹ്യൂമൻ ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യാനും ഹ്യൂമൻ ലൈഫിനെ മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ എന്താണ് നമ്മൾ നമ്മളെ നേച്ചറിനെ അല്ലെങ്കിൽ പ്രകൃതിയെ പ്രിസർവ് ചെയ്യണം എന്നുള്ളതാണ്. This view is reflecting a particular concern with issues such as controlling population growth, cutting back on use of finite non-renewable resource and reducing pollution. അപ്പോൾ ഇതൊക്കെ മെയിനായിട്ട് വരുന്നത് പോപ്പുലേഷൻ കുറയ്ക്കുക, പിന്നെ റിന്യൂവബിൾ റിസോഴ്സ് അല്ലെ നോൺ റിന്യൂവബിൾ റിസോഴ്സസിൻ്റെ പിന്നെ യൂസ് കുറയ്ക്കുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക, അതോടൊപ്പം തന്നെ റെഡ്യൂസ് പൊല്യൂഷൻ. ഇങ്ങനത്തെ ഇഷ്യൂസിലാണെന്ത് ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് സച്ച് ഇഷ്യൂസ്. അതായത് പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസ് കൺട്രോൾ ചെയ്യുക, അതായത് ഹ്യൂമൻ ലൈഫിനെ കോംപ്രമൈസ് ചെയ്യാതെ ഹ്യൂമൻ നീഡ്സിനെ ഹ്യൂമൻ വെൽഫെയറിനെ കോംപ്രമൈസ് ചെയ്യാതെ നമ്മളെന്താണ് പിന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതായത് ഇവിടെ രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എക്കോളജിക്കൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഹ്യൂമൻ പെർസ്പെക്റ്റീവ്സിനും ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അക്കോർഡിംഗ് ടു ഷാളോ എക്കോളജി. എന്താണ് ഡീപ്പ് എക്കോളജി? ഡീപ്പ് എക്കോളജിൻ്റെ ഒരു പിന്നെ കോൺട്രഡിക്ടറി വ്യൂ പോയിന്റ് ആണല്ലേ, ഓപ്പോസിങ് വ്യൂ പോയിന്റ് ആണ്. ഡീപ്പ് എക്കോളജി ഡിസ്മിസ് ഷാളോ എക്കോളജിസം. ഡീപ്പ് എക്കോളജിസ്റ്റ് ഡിസ്മിസ് ഷാളോ എക്കോളജിസം. എന്താണോ ഷാളോ എക്കോളജിസം മുന്നോട്ട് വയ്ക്കുന്നത് അതിനെ എതിർക്കുകയാണെന്ത് ഡീപ്പ് എക്കോളജിസ്റ്റ് ചെയ്യുന്നത്. ഒരു റാഡിക്കൽ വ്യൂ പോയിന്റ് ആണ്, ഒരു റാഡിക്കൽ എക്കോളജിസ്റ്റ് വ്യൂ പോയിന്റ് ആണെന്ത് ഡീപ്പ് എക്കോളജി എന്ന് പറയുന്നത്. ആൻഡ് as a thinly concealed form of anthropocentric. It is nothing but shallow ecologists, according to deep ecologists, shallow ecologism is nothing but anthropocentrism. It is nothing but an anthropocentric viewpoint എന്നുള്ളതാണ്. Arguing that its central objective is to maintain the health and prosperity of people who live in developed countries. അപ്പം ഡീപ്പ് എക്കോളജിസ്റ്റ് അങ്ങനെ പറഞ്ഞാണ് എന്ത് ഷാളോ എക്കോളജിനെ ക്രിറ്റിസൈസ് ചെയ്തു. ഇതെന്താണ്? ഇതൊരു ആന്ത്രോപോസെൻട്രിക് വ്യൂ പോയിന്റ് ആണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. മെയിൻ സ്ട്രീം അല്ലെ കൺവെൻഷണൽ പൊളിറ്റിക്കൽ തോട്ട് എന്താണോ പറയുന്നത് അത് തന്നെയാണ് എന്ത് ഷാളോ എക്കോളജിസവും പറയുന്നത്. ഇവിടെ എന്താണ് ഇവിടെ മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾക്ക് മനുഷ്യന്മാരുടെ പ്രോബ്ലംസിനാണ് എന്ത് ഷാളോ എക്കോളജി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഡീപ്പ് എക്കോളജിസം പറയുന്നത്. ഡീപ്പ് പെർസ്പെക്റ്റീവ് കംപ്ലീറ്റ്ലി റിജക്ട്സ് എനി ലിങ്കറിംഗ് ബിലീഫ് that the human species in some way superior to or more important than any other species or in the nature itself. ഹ്യൂമൻ ബീയിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏത് തരത്തിലും ഹ്യൂമൻ ബീയിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എല്ലാ കാര്യവും എന്താണ് എല്ലാ പെർസ്പെക്റ്റീവും ഡീപ്പ് എക്കോളജിസം അല്ലെ ഡീപ്പ് പെർസ്പെക്റ്റീവ് ക്രിറ്റിസൈസ് ചെയ്യും, ഒപ്പോസ് ചെയ്യും എന്നുള്ളതാണ്. ഒരു തരത്തിലും എന്താണ് അതായത് ഇവിടെ 100% ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആർക്കാണ്? എന്തിനാണ്? എക്കോളജിക്കാണ് അല്ലേ, പിന്നെ പ്രകൃതിക്കാണ്. അതാണ് ഡീപ്പ് എക്കോളജിസം പറയുന്നത്. അതിനൊരു കോംപ്രമൈസും പാടില്ല. ഹ്യൂമൻ നീഡ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻട്രസ്റ്റ്, ഹ്യൂമൻ പ്രോബ്ലംസ് അതൊന്നും അതിൻ്റെ ഇടയ്ക്ക് വരാൻ പാടില്ല. 100% ഇമ്പോർട്ടൻസ് ആർക്കാണ് കൊടുക്കേണ്ടത്? എന്തിനാണ് കൊടുക്കേണ്ടത്? അത് എക്കോളജിക്കാണ് കൊടുക്കേണ്ടത്. ആൻഡ് ഇറ്റ് അഡ്വാൻസ് ദ മോർ ചാലഞ്ചിങ് ഐഡിയ അതായത് പർപ്പസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഈസ് ടു സസ്റ്റെയിൻ നേച്ചർ നോട്ട് ദ അതർ വേ അറൗണ്ട്. അപ്പം മനുഷ്യന്മാരുടെ പർപ്പസ് എന്താണ്? പ്രകൃതിയെ മെയിൻറ്റെയിൻ ചെയ്യുക, പ്രകൃതിയെ നന്നായി നോക്കുക. അതാണെന്ത് മനുഷ്യന്മാരുടെ പർപ്പസ് അല്ലെ മനുഷ്യന്മാർ ചെയ്യേണ്ട കാര്യം. അതിനൊരു കോംപ്രമൈസും ഇല്ല അല്ലെ, അതാണ് മനുഷ്യന്മാർ ചെയ്യേണ്ട കാര്യം. അല്ലാതെ സ്വന്തം കാര്യം നോക്കി മാത്രം ജീവിക്കലല്ല അവർ ചെയ്യേണ്ടത്. പർപ്പസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഈസ് ടു സസ്റ്റെയിൻ നേച്ചർ, പ്രകൃതിയെ നോക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക. അതാണ് മനുഷ്യന്മാർ അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് അക്കോർഡിംഗ് ടു ഡീപ്പ് എക്കോളജിസ്റ്റ്. അതാണ് എക്കോളജിസ്റ്റ്. ഒരു റാഡിക്കൽ വ്യൂ പോയിന്റ് ആണ്. എന്ത് പിന്നെ ഡീപ്പ് എക്കോളജി അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം വ്യൂ പോയിന്റ് ആണ് ഡീപ്പ് എക്കോളജി എന്ന് പറയുന്നത്. ഇതാണ് ഡീപ്പ് എക്കോളജിയും ഷാളോ എക്കോളജിയും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്ത ടീമാണെന്ത് ഹോളിസം എന്ന് പറയുന്നത്. ഹോളിസം എന്ന് പറയുന്നത് നമ്മൾ എക്കോളജി എന്ന് പറയുന്ന തീമിനെ കുറിച്ചുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അടുത്ത ടീമാണ് എന്ത് ഹോളിസം എന്ന് പറയുന്നത്. എന്താണ് ഹോളിസം? ട്രഡീഷണൽ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഹാവ് നെവർ ലുക്ക് സീരിയസ്ലി അറ്റ് ദി റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ കൈൻഡ് ആൻഡ് നേച്ചർ. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ട്രഡീഷണൽ പൊളിറ്റിക്കൽ ഐഡിയോളജീസ്, അത് മാർക്സിസം, ലിബറലിസം പോലുള്ള കൺസർവേറ്റിസം പോലുള്ള പൊളിറ്റിക്കൽ ട്രഡീഷൻസ്
ഹ്യൂമൻ കൈൻഡ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സും നേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല, അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. ദേ ഹാവ് ടിപ്പിക്കലി അസ്യൂം ദാറ്റ് ഹ്യൂമൻ ബീങ്സ് ആർ ദി മാസ്റ്റേഴ്സ് ഓഫ് നേച്ചർ. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ദേ ഹാവ് അസ്യൂംഡ്, അല്ലെ കൺവെൻഷണൽ പൊളിറ്റിക്കൽ തോട്ട് എന്താണ് പറയുന്നത്? ഹ്യൂമൻ ബീങ്സ് ആർ ദി മാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് നേച്ചർ. അപ്പോൾ അവർക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട്. അവരാണ് ഈ ഒരു പ്രകൃതി അല്ലെങ്കിൽ ഈ ഒരു ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു എർത്തിൻ്റെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന വ്യൂ പോയിന്റ് ആണ് എന്ത് ട്രഡീഷണൽ പൊളിറ്റിക്കൽ ഐഡിയോളജി അല്ലെങ്കിൽ ട്രഡീഷണൽ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് മുന്നോട്ട് വയ്ക്കുന്നത്. ആൻഡ് ദെർഫോർ റിഗാർഡ് നേച്ചർ ആസ് ലിറ്റിൽ മോർ ദാൻ എക്കണോമിക് റിസോഴ്സ്. ഒരു എക്കണോമിക് റിസോഴ്സ് ആയിട്ടാണ് എന്ത് നേച്ചറിനെ കാണുന്നത്. എക്കണോമിക് റിസോഴ്സ് അതായത് മനുഷ്യന്മാരുടെ എൻഡ് മീറ്റ് ചെയ്യാൻ, മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ നടത്താൻ, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഡിസയേഴ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ എന്താണ് എൻഡ് മീറ്റ് ചെയ്യാൻ ഉള്ളൊരു റിസോഴ്സ്. ദേ സീ ദ നേച്ചർ മിയർലി ആസ് എ എക്കണോമിക് റിസോഴ്സ് ടു ഫുൾഫിൽ ദി ഡിസയേഴ്സ്, ഫുൾഫിൽ ദി എൻഡ്സ് അല്ലെങ്കിൽ ഫുൾഫിൽ ദി ഡിസയേഴ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. അതാണെന്ത് കൺവെൻഷണൽ പൊളിറ്റിക്കൽ തോട്ട് നേച്ചറിനെ, അങ്ങനെയാണ് കൺവെൻഷണൽ പൊളിറ്റിക്കൽ തോട്ട് മെയിനായിട്ട് നേച്ചറിനെ കാണുന്നത്. ദേ ഹാവ് ബീൻ പാർട്ട് ഓഫ് പ്രോബ്ലം ആൻഡ് നോട്ട് പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ. They are merely part of problem and not part of solution. In Turning Point, Fritz Capra raised the origin of such ideas to scientists and philosophers such as Rene Descartes and Isaac Newton. അപ്പം ഇൻ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഫ്രിഡ്ജ് ഓഫ് കാപ്ര എന്ന് പറയുന്ന തിങ്കർ എന്താണ് ഈ ഒരു കാഴ്ചപ്പാടിനെ കാഴ്ചപ്പാടിന്റെ ഒറിജിൻ എവിടെ നിന്നാണെന്നാണ് പറയുന്നത്? ഐസക് ന്യൂട്ടൺ പോലുള്ള സയന്റിസ്റ്റ് അല്ലെങ്കിൽ റെനെ ഡെസ്ക്രറ്റ് പോലുള്ള തിങ്കേഴ്സ്, ഫിലോസഫേഴ്സ് ആണെന്ത് ഇങ്ങനൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നത്. മെയിനായിട്ട് അവരുടെ കാഴ്ചപ്പാട് അല്ല അവരിലൂടെയാണെന്ത് ഈ ഒരു കാഴ്ചപ്പാട് സ്പ്രെഡ് ചെയ്തെന്നാണെന്ത് ഫ്രിഡ്ജ് ഓഫ് കാപ്ര മെയിനായിട്ട് ഇൻ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഐസക് ന്യൂട്ടൺ പോലുള്ള സയന്റിസ്റ്റ്, അതോടൊപ്പം തന്നെ റെനെ ഡെസ്ക്രാറ്റ് പോലുള്ള ഫിലോസഫേഴ്സ് ആണെന്ത് ഈ ഒരു കാഴ്ചപ്പാട് മെയിനായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അവരിലൂടെയാണെന്ത് ഈ കാഴ്ചപ്പാടിനൊരു പിന്നെ അട്രാക്ഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കിട്ടിയത് അല്ലെങ്കിൽ റെക്കഗ്നേഷൻ കിട്ടിയത് എന്നാണെന്ത് ഫ്രിഡ്ജ് ഓഫ് കാപ്ര പറയുന്നത്. Capra argued that orthodox science, what he referred to as Cartesian Newtonian paradigm വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർട്ടീഷ്യൻ ന്യൂട്ടോണിയൻ പാരഡൈം അതിനെക്കുറിച്ച് ആരാണ് പറയുന്നത്? കാപ്രയാണ് പറയുന്നത്. ഫ്രിഡ്ജ് ഓഫ് കാപ്ര എന്ന് പറയുന്ന തിങ്കറാണ്. ഇതാണ് ഫ്രിഡ്ജ് ഓഫ് കാപ്ര. അപ്പോൾ അദ്ദേഹമാണെന്ത് ഈ ഒരു പാരഡൈമിനെ കുറിച്ച് പറയുന്നത്. എമൗണ്ട്സ് ടു ദ ഫിലോസഫിക്കൽ ബേസ് ഓഫ് കണ്ടംപററി എൻവറോൺമെന്റൽ ക്രൈസിസ്. അപ്പം ഇറ്റ് ഈസ് ദ ഫിലോസഫിക്കൽ ബേസിസ് ഓഫ് കണ്ടംപററി എൻവറോൺമെന്റൽ ക്രൈസിസ്. Science treats nature as a machine, implying that like any other machine it can be tinkered with, repaired, improved upon or replaced. അപ്പോൾ സയൻസ് എന്താണ്? എക്സ്പെഷ്യലി ഓർത്തഡോക്സ് സയൻസ് അല്ലെ സയൻസ് ഒരു നേച്ചറിനെ, പ്രകൃതിയെ മിയർലി ഒരു റിസോഴ്സ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ റിസോഴ്സ് ആയിട്ട് മാത്രമാണ്, മെഷീനായിട്ടാണ് കാണുന്നത് ഒരു റിസോഴ്സ് അല്ലെങ്കിൽ മെഷീനായിട്ടാണ് കാണുന്നത്. വിച്ച് ക്യാൻ ബി ടിങ്കഡ് അല്ലെങ്കിൽ റിപ്പയർഡ്. നമുക്ക് അതിന് മാറ്റം വരുത്താനുള്ള അല്ലെങ്കിൽ അതിന് പിന്നെ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്താനും റിപ്പയർ ചെയ്യപ്പെടാനും അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനും പറ്റുന്ന ഒരു മെഷീനായിട്ടാണെന്ത് സയൻസ് നേച്ചറിനെ കാണുന്നത്. അതാണെന്ത് എൻവിറോൺമെന്റൽ ക്രൈസിസിന്റെ ഫിലോസഫിക്കൽ എക്സ്പ്ലനേഷൻ, ഇമ്പോർട്ടൻറ്റ് കാരണം. അങ്ങനെ ഒരു കാഴ്ചപ്പാട്, ആ ഒരു കാഴ്ചപ്പാടാണെന്ത് മെയിൻ ആയിട്ടുള്ള കാര്യം അല്ല കാരണം എന്ന് മേജർ റീസൺ ഫോർ എൻവിറോൺമെന്റൽ ക്രൈസിസ്. ഈ ഒരു ഫിലോസഫിയാണ് അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാടാണെന്ത് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അതാണ് ഈ കാർട്ടേഷ്യൻ ന്യൂട്ടോണിയൻ പാരഡൈം എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ കാപ്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇഫ് ഹ്യൂമൻ ബീങ്സ് ആർ ടു ലേൺ ദാറ്റ് ദേ ആർ പാർട്ട് ഓഫ് ദ നാച്ചുറൽ വേൾഡ് റാദർ ദാൻ ഇറ്റ്സ് മാസ്റ്റേഴ്സ്, Capra suggested that this fixation with the Newtonian world machine must be overthrown and replaced by new paradigm. അപ്പം ഹ്യൂമൻ ബീങ്സ് എന്താണ് ചെയ്യേണ്ടത്? ഹോളിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഹ്യൂമൻ ബീങ്സും നേച്ചറും സെപ്പറേറ്റ് സംഭവങ്ങളല്ല. ദേ ആർ പാർട്ട് ഓഫ് എ ഹോൾ. അതൊരു സംഭവത്തിൻ്റെ പാർട്ടാണ്.
അതൊരു പിന്നെ they are mutually coexisting അല്ല mutually interdependent thing. അതാണ് എന്ത് ഹോളിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റയർലി സെപ്പറേറ്റ് സംഭവം അല്ല. ഹ്യൂമൻ ബീങ്സ് ആയിക്കോട്ടെ, ലിവിങ് ബീങ്സ്, എവറി ലിവിങ് ബീങ്സ് ആസ് വെൽ ആസ് ദ നേച്ചർ. അപ്പം പിന്നെ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളല്ല, അല്ല ഒരു സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്, ഒരു സംഭവത്തിൻ്റെ പാർട്ടാണ്. അതാണ് ഹോളിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പിന്നെ ഹ്യൂമൻ ബീങ്സ് ഒരു മാസ്റ്റർ, ഹ്യൂമൻ ബീങ്സ് നേച്ചറിൻ്റെ മാസ്റ്റർ, പിന്നെ പ്രകൃതിയുടെ മാസ്റ്റർ, അതോടൊപ്പം തന്നെ ഹ്യൂമൻ ബീങ്സ് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും അതിനെ അവരുടേതായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം. അങ്ങനെയല്ല, ഇതൊരു ഹോൾ സിസ്റ്റമാണ്. അതിൽ ഹ്യൂമൻ ബീങ്സും വേണം, ഈ പിന്നെ നേച്ചറും വേണം. അപ്പോൾ ഇവരുടെ ഒരു മ്യൂച്വൽ കോഎക്സിസ്റ്റൻസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഇന്റർഡിപ്പെൻഡൻസ് ആണ് എന്ത് ഹോളിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ രണ്ടിലും ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്, രണ്ടിലും ഈക്വലി ഇമ്പോർട്ടൻസ് കിട്ടും, അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. അല്ലാതെ നേച്ചർ പിന്നെ ഹ്യൂമൻ ബീങ്സ്, നേച്ചർ വേറെ, ഹ്യൂമൻ ബീങ്സ് വേറെ. നേച്ചർ പിന്നെ ഹ്യൂമൻ ബീങ്സിന് ആവശ്യത്തിനും ഹ്യൂമൻ ബീങ്സിൻ്റെ കാര്യങ്ങൾക്കും എന്താണ് മനുഷ്യന്മാരുടെ കാര്യങ്ങൾക്ക് മാത്രം പിന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല, മറിച്ച് ഇതൊരു ഹോൾ സിസ്റ്റത്തിന് മാറും, ഒരു സംഭവത്തിൻ്റെ ഒരു ഹോൾ സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. അപ്പോൾ അതിന് രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. മ്യൂച്വൽ കോഎക്സിസ്റ്റൻസ് ആണ് എന്ത് സംഭവിക്കേണ്ടത്. അതാണ് ഹോളിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം വരണമെങ്കിൽ ഈ ഒരു പാരഡൈം, അങ്ങനെ ഒരു സംഭവം വരണമെങ്കിൽ എന്താണ്, ഈ ഒരു പാരഡൈം എന്താണ്, നമുക്കത് ഇല്ലാതാക്കണം, അതിനെ എലിമിനേറ്റ് ചെയ്യണം. അതായത് ഈ ന്യൂട്ടോണിയൻ കാർട്ടേഷ്യൻ പാരഡൈം എന്ന് പറയുന്ന സംഭവം എന്താണ്, നമ്മളത് ഓവർത്രോ ചെയ്യണം, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കണം. ആൻഡ് ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ ന്യൂ പെർസ്പെക്റ്റീവ്. അതാണ് ഹോളിസം. ന്യൂ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, അതാണ് ഹോളിസം, അല്ലെങ്കിൽ ന്യൂ പാരഡൈം, അതാണ് ഹോളിസം. In searching for this new paradigm, ecological thinkers have been attracted to a variety of ideas and theories drawn from both modern science and ancient myths and religious. The unifying theme amongst these ideas is the notion of holism. അതാണ് എന്ത് ഹോളിസം. They were in search of new perspective, new ideas, new paradigm. നേരത്തെ ഒരു സയൻസ്, ഓർത്തഡോക്സ് സയൻസ് എന്താണോ പറയുന്നത് ആ ഒരു പെർസ്പെക്റ്റീവിലാണ് എന്ത് മെയിൻ സ്ട്രീം തിയറീസ് അല്ല, മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ തിയറി സംസാരിച്ചത്. പക്ഷേ എക്കോളജിസം എന്താണ്, they were in search of new paradigm അല്ലെങ്കിൽ new perspective to challenge the mainstream perspective. They were in search of new perspective, new paradigm in search of to challenge the mainstream perspective. അതാണ് എന്ത് ഹോളിസം എന്ന് പറയുന്നത്. The term holism was coined by John Smuts എന്ന് പറയുന്ന ബോർ ജനറൽ 1926 എന്ത് the term holism കോയിൻ ചെയ്യുന്നത്. ആൻഡ് ട്വൈസ് പ്രൈം മിനിസ്റ്റർ ഓഫ് അദ്ദേഹം 2 തവണ സൗത്ത് ആഫ്രിക്കയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഹി യൂസ് ടു ഡിസ്ക്രൈബ് ദ ഐഡിയ ദാറ്റ് ദ നാച്ചുറൽ വേൾഡ് കുഡ് ഓൺലി ബി അണ്ടർസ്റ്റുഡ് ആസ് എ ഹോൾ ആൻഡ് നോട്ട് ത്രൂ ഇറ്റ്സ് ഇൻഡിവിജ്വൽ പാർട്സ്. അപ്പം ഇതൊരു ഹോൾ സിസ്റ്റമാണ്, ഇതൊരു വലിയ സിസ്റ്റമാണ്, ഇതൊരു ഹോളാണ്. ആസ് എ ഹോൾ ഇത് ഒരു വലിയ സിസ്റ്റമാണ്. അതിൽ നമുക്ക് എന്താണ് ഇൻഡിവിജ്വൽ പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. മനുഷ്യന്മാരൊരു സ്ഥലത്ത്, പിന്നെ മൃഗങ്ങളൊരു സ്ഥലത്ത്, മരങ്ങളും പക്ഷികളും എല്ലാം ഒരു സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറ്റില്ല. ഇതെല്ലാം ഒരു ഹോൾ സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്, എല്ലാം ഒരു ഹോൾ സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. അപ്പോൾ അതൊരു ഹോൾ സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും മ്യൂച്വലി കോഎക്സിസ്റ്റ് ചെയ്താണ് ആ ഹോൾ സിസ്റ്റത്തിൽ പോകേണ്ട, ആ സിസ്റ്റത്തിൽ മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ പിന്നെ മനുഷ്യന്മാരുടെ രീതിയിൽ, പിന്നെ മൃഗങ്ങളുടെ അതിൽ അങ്ങനെ ഇൻഡിവിജ്വൽ പാർട്ടായിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണെന്ത് ഹോളിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരാണ് കോയിൻ ചെയ്തത് ഹോളിസം? ജോൺ സ്മട്സ് എന്ന് പറയുന്ന തിങ്കറാണെന്ത്, അല്ല പിന്നെ പൊളിറ്റീഷ്യനാണ്, അല്ലെങ്കിൽ ഹി വാസ് ട്വൈസ് പ്രൈം മിനിസ്റ്റർ ഓഫ് സൗത്ത് ആഫ്രിക്ക. അദ്ദേഹമാണെന്ത് ഹോളിസം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. പിന്നെ could only be understood as a whole and not through individual parts. അപ്പം നാച്ചുറൽ വേൾഡ് അല്ലെ പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതിൽ മനുഷ്യന്മാരുണ്ട്, പിന്നെ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, മരങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്. ഇതെല്ലാം ആ ഒരു ഹോൾ സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. ഇതിനെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. എല്ലാം ആ ഒരു സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് മ്യൂച്വലി കോഎക്സിസ്റ്റ് ചെയ്ത് പോകണം എന്നുള്ളതാണ്. അതാണ് ഹോളിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Smuts believe that science commits the sins of reductionism. It reduces everything it studies to separate parts and tries to understand each part in itself. അപ്പോൾ സയൻസ് എന്താണ് ചെയ്യുന്നത്? സയൻസ് sins of reductionism. Science is about reductionism എന്നാണ്. It reduces everything it
studies to separate parts and try to understand each part in itself. അപ്പം സയൻസ് എന്താണ് ചെയ്യുന്നത്? സയൻസ് സെപ്പറേറ്റ് ആയിട്ട് എല്ലാത്തിനും പഠിക്കാനാണ് ശ്രമിക്കുന്നത്. അക്കോർഡിംഗ് ടു ജെയിംസ് സെപ്പറേറ്റ് ആയിട്ട്. അപ്പം ഹ്യൂമൻ ബീങ്സിനാണ് ഹ്യൂമൻ ബീങ്സ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. പിന്നെ നാച്ചുറൽ വേൾഡ് അല്ലെങ്കിൽ പ്രകൃതിനെ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. മൃഗങ്ങളെ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അങ്ങനെയാണ് എന്ത് സയൻസ് ചെയ്യുന്നത്. അതൊരു പ്രശ്നമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്, ജെയിംസ് മിൽസ് പറയുന്നത്. അപ്പം ഇറ്റ് സെപ്പറേറ്റ്സ് പാർട്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പാർട്സ് എന്നുള്ളതാണ്. In contrast, holism is based upon the belief that the whole is more important than its individual parts. So whole ആണ് important, whole system ആണ് important. അപ്പോൾ ഇതൊരു എർത്താണ്, ഈ ഒരു റൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? എർത്താണ്. അതിൽ ഹ്യൂമൻ ബീങ്സ് ഉണ്ട്, പിന്നെ ആനിമൽസ് ഉണ്ട്, ട്രീസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം എന്താണ്? ഇതിനെല്ലാം ഈ മൊത്തം സിസ്റ്റത്തെയാണ് എന്ത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഈ മൊത്തം സിസ്റ്റത്തെ, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഈ മൊത്തം സിസ്റ്റത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ ഹ്യൂമൻ ബീങ്സിന് സെപ്പറേറ്റ് ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആനിമൽസ് സെപ്പറേറ്റ് ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് മൊത്തത്തിനെയാണ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് ഹോളിസം സംസാരിക്കുന്നത്. And the whole system is important than its individual parts, and it suggests that each part only has meaning in relation to other parts and ultimately in relation to the other whole. അപ്പം ഇതിന് പിന്നെ ഈ ഒരു ഇതിലുള്ള എല്ലാ പാർട്സ് എന്താണ്? എല്ലാ പാർട്സിനും ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല, അല്ലെ ഒറ്റയ്ക്ക് അതിനൊരു മീനിങ് ഇല്ല, ഒറ്റയ്ക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇന്റർഡിപെൻഡന്റ്, അല്ല ഇറ്റ് ഈസ് മ്യൂച്വലി കോ എക്സിസ്റ്റന്റ് എന്നുള്ളതാണ്. ഇന്റർഡിപെൻഡന്റ് ആണ് എന്നുള്ളത്. ഇത് പിന്നെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഇന്റർഡിപെൻഡന്റ് ആണ് എന്നാണ് ഇത് ഹോളിസം പറയുന്നത്. ഇൻഡിവിജ്വലി നമുക്ക് എന്താണ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ഇൻഡിവിജ്വലി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇൻഡിവിജ്വലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ആ ഒരു സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇൻ Tao of Physics, കെപ്ര, അത് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. കെപ്ര drew attention to important parallels between the ideas of modern physics and those of Eastern mysticism. He argued that religions such as Hinduism, Taoism, Buddhism, particularly Zen Buddhism, have long preached the unity of oneness of all things, a discovery that Western science has only made in the 20th century. അപ്പോൾ ആ ഒരു പുസ്തകത്തിൽ കാപ്ര പറയുന്നു, നമുക്കറിയാം റിലീജിയസ് എസ്പെഷ്യലി പിന്നെ ഈസ്റ്റേൺ റിലീജിയൻസ് സച്ച് ആസ് ഹിന്ദുയിസം, താവോയിസം ആൻഡ് ബുദ്ധിസം. ഇപ്പോൾ ഈ ഒരു റിലീജിയൻസ് ഒക്കെ എന്താണ്? പ്രകൃതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം ഹിന്ദുയിസം എത്രത്തോളം പ്രകൃതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. മരങ്ങളെയും വനങ്ങളെയും മൃഗങ്ങളെയൊക്കെ എന്താണ് ആരാധിക്കുന്ന ഒരു ട്രഡീഷൻസ് അല്ലെ കൾച്ചർ എന്താണ് ഹിന്ദുയിസത്തിനുണ്ട്. അപ്പം അങ്ങനൊരു ട്രഡീഷൻ അല്ലെങ്കിൽ അങ്ങനൊരു പെർസ്പെക്റ്റീവിൽ പിന്നെ കാപ്ര സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ദ Tao and Physics എന്ന് പറയുന്ന പുസ്തകത്തിൽ. particularly Zen Buddhism have long preached the unity of oneness of all things, a discovery that Western science has only made in the 20th century. അപ്പോൾ ഈ റിലീജിയനൊക്കെ എന്താണ് ഒരു ഹോളിസം പെർസ്പെക്റ്റീവിൽ സംസാരിക്കുന്നുണ്ട്. അതായത് പിന്നെ പ്രകൃതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പ്രകൃതിയിലെ പാർട്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങൾക്കും ഈ ഒരു റിലീജിയൻസ്, ഈ പറഞ്ഞ റിലീജിയൻസ് ഒക്കെ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഗിയ ഹൈപ്പോസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഗിയ ഹൈപ്പോത്തിസ് എന്ന് പറയുന്നത്. എന്താണ് ഗിയ ഹൈപ്പോത്തിസിസ്? വാസ് ഡെവലപ്ഡ് ബൈ ജെയിംസ് ലവ്ലോക്ക് എന്ന് പറയുന്ന തിങ്കറാണെന്ത് ഗിയ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ഗിയ എ ന്യൂ ലുക്ക് അറ്റ് ലൈഫ് ഓൺ എർത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ ജെയിംസ് ലവ്ലോക്ക് പറയുന്നുണ്ട് the idea that the earth is best understood as a living entity. അപ്പം എന്താണ് ഗിയ ഹൈപ്പോത്തിസിസ്? ഇത്രയേ ഉള്ളൂ. എർത്ത് എന്താണ്? നമ്മൾ മനുഷ്യന്മാരെ പോലെ ഒരു ലിവിങ് ബീയിങ് ആണ്. വികാരങ്ങളും വിചാരങ്ങളും ഒക്കെയുള്ള ഒരു ലിവിങ് സ്പീഷീസ് ആണെന്ത് എർത്ത് അക്കോർഡിംഗ് ടു ഗിയ ഹൈപ്പോത്തിസിസ്. ദാറ്റ് ആക്ട്സ് ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് ഓൺ എക്സിസ്റ്റൻസ്. അപ്പം നമ്മളെല്ലാം എന്താണ്? മനുഷ്യന്മാരെല്ലാം എന്താണ്? സ്ട്രഗ്ലിംഗ് ഫോർ സർവൈവ്. നമ്മൾ സർവൈവ് ചെയ്യാണ്, ഈ ഒരു ലോകത്ത് സർവൈവ് ചെയ്യാനാണ് മനുഷ്യന്മാരെല്ലാവരും ശ്രമിക്കുന്നത്. അപ്പോൾ അതുപോലെ എർത്തും അല്ലെങ്കിൽ നേച്ചറും എന്താണ്? ദേ ആർ ഓൾസോ സ്ട്രഗ്ലിംഗ്, അല്ലെ ദേ ആർ ഓൾസോ മെയിൻറ്റെയിനിങ്, അല്ലെ ദേ ആർ ഓൾസോ സ്ട്രഗ്ലിംഗ് ടു സർവൈവ് എന്നുള്ളതാണ്. ദേ ആർ ഓൾസോ ഗിവിങ് പ്രിയോറിറ്റി, അല്ലെ ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദർ എക്സിസ്റ്റൻസ്, അല്ലെ സർവൈവൽ. അവരും അല്ലെ നേച്ചറും എന്താണ്? സർവൈവ് ചെയ്യാനാണ്, അല്ലെ അതിൻ്റെ എക്സിസ്റ്റൻസിനാണെന്ത് ഈ ഒരു ലോകത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മനുഷ്യന്മാരെ പോലെ തന്നെ, അല്ലെ ഒരു ലിവിങ് സ്പീഷീസിനെ പോലെ അവരും അവരുടെ സർവൈവൽ അല്ലെങ്കിൽ അവരുടെ എക്സിസ്റ്റൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർ ഇൻ ദ സെൻസ് ലിവിങ് എൻറ്റൈറ്റി അല്ല നേച്ചർ, എർത്ത്. At the suggestions of the novelist William Golding, Lovelock named the planet Gaia
ആഫ്റ്റർ ഗ്രീക്ക് ഗോഡസ് ഓഫ് എർത്ത്. ഇപ്പോൾ ഗിയ എന്ന് പറയുന്നത് ഗ്രീക്ക് ഗോഡസ് ഓഫ് എർത്ത് ആണ്. അപ്പോൾ അതാണെന്ത് ഗിയോ ഹൈപ്പോത്തിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്രീക്ക് ഗോഡസ് ഓഫ് എർത്തിൻ്റെ പേരാണെന്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺസെപ്റ്റിനും ജെയിംസ് ലവ്ലോക്ക് ഇട്ടത് അറ്റ് ദ സജഷൻ ഓഫ് വില്യം ഗോൾഡിംഗ്, നോവലിസ്റ്റ് ആയിട്ടുള്ള വില്യം ഗോൾഡിങ്ങിൻ്റെ സജഷനിലാണെന്ത് അദ്ദേഹം ആ പേര് ഇട്ടത്. The basis for the Gaia hypothesis is that Earth's biosphere, atmosphere, oceans and soil exhibits precise same kind of self-regulating behavior that characterize other forms of life. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു പ്രശ്നം ഉണ്ടായ അല്ലെങ്കിൽ നമുക്കൊരു ക്രൈസിസ് വരികയാണ് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ലൈഫിൽ ഒരു ക്രൈസിസ് വരികയാണ്, ഒരു ക്രൈസിസ് വരികയാണ്. അപ്പോൾ ക്രൈസിസ് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? അത് മറികടക്കാനല്ലേ ശ്രമിക്കുക. നമ്മൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും മറികടക്കാനാണ് ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് എർത്തും. അപ്പോൾ എർത്തിൻ്റെ പാർട്ടായിട്ടുള്ള ഓഷൻ ആണെങ്കിലും പിന്നെ അറ്റ്മോസ്ഫിയർ ആണെങ്കിലും എന്താണ്, പിന്നെ ഒരു ക്രൈസിസ് ഉണ്ടെങ്കിൽ മനുഷ്യന്മാരെ പോലെ സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് മറികടക്കാനാണ് ശ്രമിക്കുക. അതായത് മനുഷ്യന്മാരെ പോലെ ആണെന്ത് മനുഷ്യന്മാരെ പോലാണ് എർത്തും എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് ഗിയ ഹൈപ്പോത്തിസിസ്. ദേ ഓൾസോ ഹാവ് സെൽഫ് റെഗുലേറ്റിംഗ് ബിഹേവിയർ ദാറ്റ് കാരക്ടറൈസ് അതർ ഫോംസ് ഓഫ് ലൈഫ്. അപ്പം ക്രൈസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ അവരും അതിൻ്റേതായ ബിഹേവിയർ പാറ്റേൺ എന്താണ് എക്സിബിറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതായത് എർത്ത് എക്സിബിറ്റ് ചെയ്യും, മനുഷ്യന്മാരെ പോലെ എക്സിബിറ്റ് ചെയ്യും, അല്ലെ അത് ലിവിങ് സ്പീഷീസിനെ പോലെ എക്സിബിറ്റ് ചെയ്യും എന്നുള്ളതാണ് ഗിയ ഹൈപ്പോത്തിസിസ് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എർത്ത് എന്താണ്? ഒരു ലിവിങ് എൻറ്റൈറ്റിയാണ്. അതായത് മറ്റ് ലിവിങ് സ്പീഷീസിനെ പോലെ, മനുഷ്യന്മാരെ പോലെ അല്ലെങ്കിൽ മൃഗങ്ങളെ പോലെ ഒരു ലിവിങ് എൻറ്റൈറ്റി ആണെന്ത് എർത്ത് എന്ന് പറയുന്നത്. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഗിയ ഹൈപ്പോത്തിസിസ്. അതാരാണ് പറഞ്ഞിട്ടുള്ളത്? അതാരാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ജെയിംസ് ലവ്ലോക്ക് ആണെന്ത് ഈ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ PYQസിൽ ചോദിച്ചിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റാണ്. ഇനി സെസ് മാൻ ആൻഡ് ഗിയ. Lovelock want that to destroy such a large chunk of the living ecosystem when we do not properly understand how it all works is like pulling apart the control of a modern aircraft while in mid-flight. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ. അദ്ദേഹം പറയുന്നു, അപ്പോൾ നമ്മുടെ എക്കോസിസ്റ്റത്തെ, നമ്മളെ ഈ ഒരു എർത്തിനെ അല്ലെ നമ്മളെ പ്രകൃതിയെ നശിപ്പിക്കുന്നത് ഏതിന് തുല്യമാണ്? പുള്ളിങ് അപ്പാർട്ട് ദി കൺട്രോൾ സിസ്റ്റം ഓഫ് എ മോഡേൺ എയർക്രാഫ്റ്റ് വൈൽ ഇൻ മിഡ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ആ ഒരു കൺട്രോൾ സിസ്റ്റത്തിൽ എന്തെങ്കിലും തകരാറ് വരുത്തുന്നതിന് തുല്യമാണ് എന്നാണെന്ത് അദ്ദേഹം പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സെൽഫ് ഡിസ്ട്രക്ഷൻ ആണ്. നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ പ്രകൃതിക്ക് ഡാമേജ് വരുത്തുന്നത് അതൊരു ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സെൽഫ് ഡിസ്ട്രക്ഷൻ. അത് നമ്മളെ തന്നെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന അല്ലെ ഡിസ്ട്രോയ് ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണെന്ത് അദ്ദേഹം പറയുന്നു. ടു ഡിസ്ട്രോയ് സച്ച് എ ലാർജ് ചങ്ക് ഓഫ് ദി ലിവിങ് എക്കോസിസ്റ്റം. അപ്പോൾ നമ്മുടെ പ്രകൃതിയെ നമ്മൾ ഡാമേജ് ചെയ്യുന്നത് നമ്മളെ ഡാമേജ് ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കമ്പയർ ചെയ്യുകയാണ് പുള്ളിങ് അപ്പാർട്ട് ദി കൺട്രോൾ സിസ്റ്റം ഓഫ് മോഡേൺ എയർക്രാഫ്റ്റ് വൈൽ ഇൻ മിഡ് ഫ്ലൈറ്റ്. നമ്മൾ ഫ്ലൈറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ കൺട്രോൾ സിസ്റ്റത്തിന് അതിന് തകരാറ് വന്നാൽ ഉള്ള സംഭവം നമുക്കറിയാമല്ലോ. അപ്പോൾ അത് വലിയൊരു ദുരന്തമായി മാറും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് അദ്ദേഹം നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാണ് അദ്ദേഹത്തിൻ്റെ മാൻ ആൻഡ് ഗിയ എന്ന് പറയുന്ന എസ്സേയിൽ. ദ ഐഡിയ ഗിയ ഹാസ് ഡെവലപ്ഡ് ഇൻടു ആൻ എക്കോളജിക്കൽ ഐഡിയോളജി ദാറ്റ് കൺവെയ്ൻസ് ദ പവർഫുൾ മെസ്സേജ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് മസ്റ്റ് റെസ്പെക്ട് ദ ഹെൽത്ത് ഓഫ് ദ പ്ലാനറ്റ് ആൻഡ് ആക്ട് ടു കൺസർവ് ഇറ്റ്സ് ബ്യൂട്ടി ആൻഡ് റിസോഴ്സ്. ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രകൃതിയെ സംരക്ഷിക്കുക, പ്രകൃതിയുടെ പാർട്ടായിട്ടുള്ള മറ്റ് ജീവജാലങ്ങൾക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഹ്യൂമൻ ബീങ്സ് മാത്രമല്ല ഈ ലോകത്തുള്ള അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ പാർട്ടായിട്ടുള്ളത്. അപ്പം പ്രകൃതിക്ക് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസും പ്രകൃതിക്ക് കൊടുക്കേണ്ട കെയറിങ്ങും കൺസേർവ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഈ സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ ഐഡിയ ഓഫ് ഗിയ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പം പ്രകൃതിയുടേതായ ഇമ്പോർട്ടൻസ് കൊടുക്കുക, കെയർ കൊടുക്കുക, കൺസേർവ് ചെയ്യുക എന്നുള്ളതാണ്. മസ്റ്റ് റെസ്പെക്ട് ദ ഹെൽത്ത് ഓഫ് ദ പ്ലാനറ്റ് ആൻഡ് ആക്ട് ടു കൺസേർവ് ഇറ്റ്സ് ബ്യൂട്ടി ആൻഡ് റിസോഴ്സസ്. Lovelock's influence on the green movement stems from his portrayal of the biosphere as complex, self-regulating living being, which he named Gaia at the suggestion of novelist William Gildes. അപ്പം ഇൻഫ്ലുവൻസ് ഓൺ ദി ഗ്രീൻ മൂവ്മെന്റ് സ്റ്റെംസ് ഫ്രം അപ്പം ഈ ഒരു
കോൺസെപ്റ്റ്, ഗിയ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണ്? ഗ്രീൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എമേർജിങ് എൻവിറോൺമെൻറ്റ് മൂവ്മെൻറ്റ്സിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഓൾസോ ദി ഗിയ ഹൈപ്പോത്തസിസ് എക്സ്റ്റെൻഡ്സ് ദ എക്കോളജിക്കൽ ഐഡിയ ബൈ അപ്ലൈയിങ് ഇറ്റ് ടു ദ എർത്ത് ആസ് എ എക്കോസിസ്റ്റം ആൻഡ് ഓഫേഴ്സ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു നേച്ചർ. ലെവൽ ഓഫ് സപ്പോസ് ടെക്നോളജി ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഈസ് എൻ ഒപ്പോണൻറ്റ് ഓഫ് ബാക്ക് ടു നേച്ചർ. അപ്പോൾ ഇങ്ങനൊരു ഗിയ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ എർത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, അല്ലെങ്കിൽ എർത്തിനെ കൺസേർവ് ചെയ്യേണ്ട, പ്രകൃതിയെ കൺസേർവ് ചെയ്യേണ്ട അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും എന്താണ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ അദ്ദേഹം ഒപ്പോസ് ചെയ്യുന്നില്ല. ഈ സപ്പോസ് ടെക്നോളജി ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നുള്ള പെർസ്പെക്റ്റീവ് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എക്കോളജീനെ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു പിന്നെ അഡ്വാൻസ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെൻറ്റ് ഒരു സൈഡിൽ നടക്കുമ്പോൾ നമ്മൾ ഒരിക്കലും എന്താണ് എക്കോളജിയെ മറന്നിട്ട് അല്ലെങ്കിൽ നമ്മളെ പ്രകൃതിയെ മറന്നിട്ട് ആകരുത് എന്നുള്ളതാണ്. പ്രകൃതിയെ മറന്നിട്ടാവരുത് ഈ ഒരു തരത്തിലുള്ള ടെക്നോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻസ്മെൻറ്റും ഇൻഡസ്ട്രിയലൈസേഷനും, അതായത് ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒരിക്കലും പ്രകൃതിയെ മറന്നുകൊണ്ട് ആയിരിക്കരുത്. അതൊക്കെ വേണം. നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ എന്താണ്, ഈ ഒരു സംഭവം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാറ്റങ്ങൾ വളരെ അനിവാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരിക്കലും പ്രകൃതിയെ മറന്നാവരുത് എന്നുള്ളതാണ്. ഹിസ് മേജർ റൈറ്റിംഗ്സ് ഇൻക്ലൂഡ്സ് ഗിയ, എ ന്യൂ ലുക്ക് അറ്റ് ലൈഫ് ഓൺ എർത്ത് ആൻഡ് ദ ഏജസ് ഓഫ് ഗിയ, എ ബയോഗ്രഫി ഓഫ് ലിവിങ് എർത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് വർക്ക് എന്ന് പറയുന്നത്. അപ്പം എല്ലാം ഗിയ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കുറിച്ചാണ് എല്ലാ പുസ്തകവും മെയിനായിട്ട് സംസാരിക്കുന്നത്. അപ്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ത് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ജെയിംസ് ലവ്ലോക്ക് എന്ന് പറയുന്ന തിങ്കറാണെന്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണെന്ത് നമ്മളിന്ന് പിന്നെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഫസ്റ്റ് ആണ് ഹോളിസം ആണ്. ഫസ്റ്റ് വണ് എക്കോളജി ആണ്. എന്താണ് എക്കോളജി? ഇറ്റ് ടോക്സ് അബൌട്ട് റിലേഷൻ ബിറ്റ്വീൻ ലിവിങ് സ്പീഷീസ് ആൻഡ് ഈസ് ഇൻഹാബിറ്റാറ്റ്, അതായത് പ്രകൃതിയും മനുഷ്യന്മാരും അല്ലെങ്കിൽ അതിൻ്റെ ലിവിങ് സ്പീഷീസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്ന, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു സംഭവമാണ് എന്ത്, ഫീൽഡ് ഓഫ് സ്റ്റഡി ആണ് എക്കോളജി എന്ന് പറയുന്നത്. ഷാളോ എക്കോളജി ഉണ്ട്, ഡീപ്പ് എക്കോളജി ഉണ്ട്. അത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ ആരാണ് ഷാളോ എക്കോളജിയെക്കുറിച്ചും ഡീപ്പ് എക്കോളജിയെക്കുറിച്ചും അല്ലെങ്കിൽ ഷാളോ എക്കോളജിയും ഡീപ്പ് എക്കോളജിയും ടേം കോയിൻ ചെയ്തിട്ടുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ എന്താണ് ഹോളിസം റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. തിങ്കേഴ്സ് കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പം നമ്മുടെ ഐഫറിൻ്റെ JRF ട്രാക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ തന്നിരിക്കുന്ന നമ്പർ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള ക്വാളിറ്റി കണ്ടൻസിന് ക്ലാസ്സസിന് നമ്മുടെ ഐഫർ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ടൈംലി ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പിലെ പൊളിറ്റിക്കൽ സയൻസ് ഗൈഡൻസ് ഗ്രൂപ്പും അവൈലബിൾ ആണ്. ക്വാളിറ്റി ഗൈഡൻസും ക്വാളിറ്റി കണ്ടൻസ് ഒക്കെ ആ ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതും ഈ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ ആക്സസ് ചെയ്യുക. അപ്പം അടുത്ത ലൈവ് ക്ലാസ്സിൽ നമുക്ക് എക്കോളജിസം, സെൻട്രൽ പാർട്ട് ഓഫ് എക്കോളജിസത്തിൻ്റെ പാർട്ട് 2 നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരെ ബൈ ഫ്രം ഐഫർ എഡ്യൂക്കേഷൻ.